ഹലോ, വെൽക്കം ബാക്ക്. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമുള്ള പിക്ക് ആൻഡ് മിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ മലയാളികൾക്ക് ബിരിയാണി വളരെ ഇഷ്ടമാണല്ലോ. അപ്പോൾ നമുക്ക് ഇന്ന് ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാം. ഇന്ന് നമ്മൾ ബീഫ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. ആദ്യം നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം കൂടെ ചേർത്തിട്ട് വിസിലടുപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ 1 കിലോ ബീഫിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മെഷർമെൻ്റ് ഒന്നും പറയുന്നില്ല. നിങ്ങളെടുക്കുന്ന ബീഫിനനുസരിച്ചിട്ട് മെഷർമെൻറ്റ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുക്കുക. ഇനി നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇന്നിപ്പോൾ നമ്മൾ തിളപ്പിച്ച് ഊറ്റിയിട്ടാണ് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അതിനുള്ള വെള്ളം ഒന്ന് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കൈപ്പിടി മല്ലിച്ചപ്പും പുതിനയും പിന്നെ ഒരു ക്യാരറ്റ് അരിഞ്ഞതും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ബിരിയാണി മസാലയായിട്ട് പട്ട, ഏലക്ക, കറാമ്പൂ ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബിരിയാണി മസാലയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മസാലകളും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കഷ്ണം ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഒന്ന് നല്ലപോലെ വെട്ടിത്തിളക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കഴുകി വാരാൻ വെച്ചിട്ടുണ്ടായിരുന്ന അരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ജീര റൈസാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അരി ഒരു 90% വെന്ത് വരുന്ന സമയത്ത് നമുക്കതൊന്ന് ഊറ്റി മാറ്റി വെക്കാം. ഇനി അതേ പാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ആ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു കൈപ്പിടി സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഫ്രൈ ആവുന്ന സമയത്ത് കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടെ ഒരുമിച്ച് ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മളെ ബീഫിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സവാള ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്, സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒന്ന് മൂടി വെക്കും കൂടെ ചെയ്താൽ നമ്മുടെ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി നമ്മൾ സവാള നല്ലപോലെ വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളിയൊക്കെ എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക. അപ്പോഴാണ് നമ്മൾ ബിരിയാണിക്കൊക്കെ ടേസ്റ്റ് കൂടുകയും ചെയ്യുക. എന്നിട്ട് തക്കാളിയൊക്കെ ഒന്ന് വഴന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു കൈപ്പിടി മല്ലിച്ചപ്പും പുതിനയൊക്കെ ചേർത്ത് കൊടുക്കാം. ഈ മല്ലിച്ചപ്പും പുതിനയൊക്കെയാണ് നമ്മളെ ബിരിയാണീനെ ഒന്നുകൂടെ നല്ലപോലെ ടേസ്റ്റ് തരുന്നത്. അപ്പോൾ അതൊക്കെ ഒരു കൈപ്പിടി തന്നെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാനതിലേക്ക് ഒരു പച്ചമുളക് നെടുകെ കീറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെയൊക്കെ എണ്ണം കൂട്ടാൻ, എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് പച്ചമുളകിൻ്റെയൊക്കെ എണ്ണം കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കതിലേക്ക് വലിയ ജീരകം വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു തുള്ളി കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നല്ലപോലെ വാട്ടി കൊടുക്കുക. വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ബീഫ് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ബീഫ് വേവിച്ചെടുത്തപ്പോൾ അതിൽ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. പാകത്തിൻ്റെ വെള്ളമൊക്കെ ആയിട്ട് തന്നെയാണ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മുഴുവനായിട്ട് അതിലേക്ക് കൊട്ടിക്കൊടുത്തു. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഒരു 2 മിനിറ്റോളം അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴാണ് നമ്മൾ ആ മസാലയുടെ ടേസ്റ്റൊക്കെ ബീഫിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടുക. എന്നിട്ട് നമ്മൾ ദം ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ദം ചെയ്തെടുക്കുമ്പോൾ എനിക്കിപ്പോൾ ആകെ 2 ലെയർ ചെയ്യാനുള്ള ബീഫും റൈസേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബീഫിനെ ഒന്ന് നിരത്തി കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റൈസിൽ പകുതി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് കൊടുത്തു. പിന്നെ ബാക്കിയുള്ള റൈസും കൂടി അതിൻ്റെ മുകളിലേക്കായിട്ട് തട്ടി കൊടുത്തതിന് ശേഷം പിന്നെ നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒരല്പം ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഓണിയനും കിസ്മിസും ഒക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്താൽ നമ്മളെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി തയ്യാറായി.